ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത് രൂപീകൃതമായി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത് രൂപീകൃതമായപ്പോൾ ആദ്യം SIT ചെയ്യേണ്ടിയിരുന്നത് ദേവസ്വം വിജിലൻസിന്റെ ഉൾപ്പെടെ റിപ്പോർട്ടിൽ സമഗ്രമായി പല ഭാഗങ്ങളിൽ പലതരത്തിൽ പല വേഷത്തിൽ പല രൂപത്തിൽ പ്രതിപാദിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആദ്യം ദ വെരി ഫസ്റ്റ് മൊമെന്റ് എന്താ SIT ചെയ്യേണ്ടിരുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡി എടുക്കുകയാണ് ചെയ്യേണ്ടിരുന്നത്. രണ്ടാമത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം, കസ്റ്റഡിയിൽ എടുക്കണം. ഇവിടെ എന്താ സംഭവിച്ചത്? ഒക്ടോബർ മാസം 10-ാം തീയതി സമർപ്പിക്കപ്പെട്ട ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്മേൽ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇന്ന് തീയതി 16 6 ദിവസം പോരെ ഒരു ക്രിമിനൽ ഗൂഢാലോചന അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രിമിനലിന് ഈ പറഞ്ഞ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ? 6 ദിവസം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബാർഗെയിൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഫിക്സേഷൻ ചെയ്യാൻ സാധിച്ചു കാണുമല്ലോ. 6 ദിവസം കൊണ്ട് ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെല്ലാം തരത്തിലുള്ള മറച്ചുവെപ്പും മാറ്റുവെപ്പും നടത്താൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോ ഇതിനുള്ള അവസരം ബോധപൂർവം SIT ചെയ്തു കൊടുത്തോ എന്ന് സംശയിച്ചാൽ അത് കുറ്റം പറയാൻ സാധിക്കുമോ? അത് മാത്രമല്ല, കാരണം ഇത് ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്രൈം സീൻ അല്ല. ഇതിനകത്ത് കർണാടകയുണ്ട്, ഇതിനകത്ത് തെലുങ്കാനയുണ്ട്, ഇതിനകത്ത് ചെന്നൈ ഉണ്ട്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ നീണ്ടു കിടക്കുന്ന ഈ ക്രൈം സീൻ കേരളത്തിലെ ഒരു പോലീസ് സംവിധാനത്തിന് ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം നടത്തി അന്വേഷണം നടത്തി വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ BJP സംശയങ്ങളിൽ ഞങ്ങളെ തെറ്റു പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് ഇതിനകത്ത് ആവശ്യം ഒരു കൃത്യമായ സമഗ്രവുമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. അത് ചെയ്യാൻ ഇന്ന് സാധിക്കുന്ന കേന്ദ്ര ഏജൻസികളാണ്. അതുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഗവർണറെ കണ്ടിട്ട് ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം എന്ന തരത്തിലേക്ക് ആവശ്യപ്പെട്ടത്. ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ക്രിമിനൽ കോൺസ്പിറൻസിയാണ്. ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പാണ്. അതിനുള്ള തെളിവുകൾ പറഞ്ഞത് കേന്ദ്ര ഏജൻസികളോ EDയോ ആരും അല്ലല്ലോ. ഈ തെളിവുകൾ ഓരോന്നും പുറത്തേക്ക് വിട്ടത് ഈ സ്റ്റേറ്റിലെ തന്നെ പോലീസ് സംവിധാനമായ വിജിലൻസ് അല്ലേ. അവർ പറഞ്ഞില്ലേ, ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞത് എന്നത് മുരാരി ബാബുവിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ ചെമ്പുപാളികൾ എന്ന് മാത്രമാക്കി തീർത്തു. അത് മാത്രമാണോ? ദേവസ്വം ബോർഡ് 3/7/2019 കൂടിയ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ 77-ാം നമ്പർ അജണ്ട പ്രകാരം എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ചെമ്പുപാളികൾ എന്നാണ്. അപ്പം സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പുപാളികളാക്കിയതിൽ നിന്ന് ഈ ദേവസ്വം ബോർഡിനും അതിന്റെ ഉദ്യോഗസ്ഥന്മാർക്കും അതിന്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കമ്മീഷണർക്കും അംഗങ്ങൾക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കും അഭിലാഷ്? ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. മുരാരി ബാബുവിന്റെ തട്ടിപ്പ് കണ്ടുപിടിച്ചണക്കെ ഒരു വേഴത്തിലാണോ? ശബരിമല മാത്രമാണോ? ഏറ്റുമാനൂർ തട്ടിപ്പ് കണ്ടുപിടിച്ചണക്കെയും വീണ്ടും സ്ഥാനക്കയറ്റം നൽകുകയാണ്. ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരി ബാബു ഇന്ന് സർവീസിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ആളല്ല. അപ്പൊ ഇങ്ങനെ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ജയശ്രീയെയും ബൈജുവിനെയും ഇവരെ എല്ലാം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് ഈ പറഞ്ഞ പിണറായി വിജയൻ സർക്കാരും അദ്ദേഹത്തിന്റെ ദേവസ്വം മന്ത്രിയും അദ്ദേഹത്തിന്റെ ദേവസ്വം ബോർഡുമാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. അതുകൊണ്ട് BJP ആവശ്യപ്പെടുന്നത് ഇത് LDFിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ട വിഷയമല്ല. BJP ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഭഗവാന്റെ മുതൽ സ്വർണമായിട്ടായാലും അല്ലെങ്കിൽ കമ്മീഷനായിട്ടായാലും വലിയ തോതിൽ അഴിമതി നടത്തപ്പെട്ടിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം വേണം. ഭഗവാന്റെ മുതൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഉപ്പ് തിന്നവർ ആരൊക്കെയായാലും അതിനകത്ത് LDF ആയാലും UDF ആയാലും ഏതാളായാലും വെള്ളം കുടിക്കാൻ തയ്യാറാകണം.